നമസ്കാരം. ഈ മുസ്ലിങ്ങൾ മുഴുവൻ വിഷജന്തുക്കളാണ്, വിഷവിത്തുക്കളാണ്. മുസ്ലിം ലീഗും ലീഗുകാരും പർട്ടിക്കുലറായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ, കേരളത്തിലെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, അവരൊക്കെ സൈനൈഡുകളാണ്. സമ്മതിച്ചു നടേശൻ സാറേ, സമ്മതിച്ചു. മുസ്ലിങ്ങൾ കൊടും വിഷങ്ങളാണ്, നാശങ്ങളാണ്. അവർ അധികാരത്തിൽ വന്നാൽ ഹിന്ദു വല്ല കടലിലും ചാടേണ്ടി വരും. സമ്മതിച്ചു നടേശൻ സാറേ, സമ്മതിച്ചു. അപ്പോൾ പിന്നെ ഈ ആപത്ത് വരാതിരിക്കാൻ എന്താ പോംവഴി? അതിനെക്കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് സാറേ. നമുക്കൊന്നും അങ്ങോട്ട് ചിന്തിക്കാം. നമസ്കാരം. പണ്ടൊരു കഥയുണ്ട്. നാട്ടിലെ തമ്പുരാൻ കാലത്ത് ഒരു മുട്ടൻ വടിയും പിടിച്ച് പറമ്പിൽ കിടന്നിട്ട് ഓടി നടക്കുകയാണ്. ഇങ്ങനെ ഓടി നടക്കുക, വെപ്രാളം പിടിച്ച് ഓടി നടക്കുകയാണ്. അപ്പം ആരും ചോദിച്ചു, ഇതെന്താ തമ്പുരാൻ എങ്ങനെ ഓടി നടക്കണേ, എന്താ പ്രശ്നം? ഒരു മൂർഖം പാമ്പടോ, ഒരു മൂർഖം പാമ്പ്. എവിടെ? വീടിൻ്റെ അകത്ത്. വീടിൻ്റെ അകത്തോ? ആ വീടിൻ്റെ അകത്ത്. അതിന് നിങ്ങളതിന് തന്നെ പറമ്പിൽ കിടന്ന് ഓടി നടക്കണേ? വീടിനകത്ത് ഇരുട്ടാടോ, അതുകൊണ്ടാണ് പുറത്ത് ഓടി നടക്കണേ. പാമ്പ് വീടിൻ്റെ അകത്താ, ഓടി നടക്കുന്ന പുറത്താ. ഈ ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റേത്. വിഷമുള്ള മൂർഖന്മാർ വീടിനകത്താ ഉള്ളത്. അതല്ലേ ആദ്യം കണ്ടറിയേണ്ടത്, അതിനല്ലേ തേടിപ്പിടിക്കേണ്ടത്, അതിനല്ലേ കണ്ടുപിടിച്ച് തല്ലിക്കൊല്ലേണ്ടത്. അല്ലേ അതിനെ നമ്മളുടെ നേരുണ്ടല്ലോ, പാമ്പിനെ പിടിക്കുന്ന ഒരാളുണ്ടല്ലോ, അങ്ങനെ വിവരം അറിയിച്ചിട്ട് ചാക്കിൽ പിടിച്ച് അതിനെ കാട്ടിൽ കൊണ്ട് കളയേണ്ടത്. വീടിനകത്തുള്ള പാമ്പിനെ അല്ലേ കൊണ്ട് കളയേണ്ടത്. കാടിനകത്തും പറമ്പിനകത്തും പാമ്പുകളുണ്ടാവും, അതതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. ഇത് പറയാൻ കാരണം മുസ്ലിങ്ങളൊക്കെ വിഷവിത്തുക്കളാണ്, സൈനൈഡുകളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് വെള്ളാപ്പള്ളി നടേശൻ വായ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ പറയുന്ന ഈ കാര്യമാണ്. മുസ്ലിം ലീഗിനെയും ലീഗുകാരെയും അങ്ങനെ കണ്ണുനേരെ കണ്ടുകൂടാ. ദാറ്റ് മീൻസ് മുസ്ലിങ്ങളെയും അതുപോലത്തെ മുസ്ലിം ലീഗിനെയും ചീത്ത പറയാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം വായ തുറക്കുന്നത്. മുസ്ലിങ്ങൾക്കില്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. അവർ വിഷവിത്തുക്കളാണ്, മഹാരോഗികളാണ്, അവിവേകികളാണ്, അസൂയാലുക്കളാണ്, അപകടകാരികളാണ്, അവർ തീവ്രവാദികളാണ്, അവർ നാട് ഭരിക്കാൻ ആവേശം പൂണ്ടിരിക്കുന്നവരാണ്. അവർ കുഞ്ഞാലിക്കുട്ടി നാട് ഭരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ല കിണറ്റിലോ അല്ലെങ്കിൽ പൊട്ടക്കുളത്തിലോ അതൊന്നും പറ്റിയില്ലെങ്കിൽ വല്ല അറബിക്കടലിൽ ചാടി ചാവേണ്ട ഗതികേട് വരും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒന്നിനും കൊള്ളാത്തവരാണ്, അപകടകാരികളാണ് ആര്? മുസ്ലിങ്ങൾ. അങ്ങനെയാകുമ്പോൾ നശിച്ചു പോകട്ടെ സാറേ. മുസ്ലിങ്ങൾ മുഴുവൻ നശിച്ചു പോകട്ടെ സാറേ. കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും നശിച്ചു പോട്ടെ. നമ്മൾ ഹിന്ദുക്കളല്ലയോ? അതതുപോലെ ഉറക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഈഴവന്മാരെ മറ്റുള്ള ആൾക്കാർ, നായന്മാർ ഇപ്പോഴും വിളിക്കുക തെങ്ങുമ നായരെന്നാണ് വിളിക്കുക, കുട്ടികളെന്നാണ് വിളിക്കുക, തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ചോമാരെന്നാണ് വിളിക്കുക. അത്രയേ വിലയുള്ളൂ. അപ്പം അത് പോട്ടെ. അപ്പോൾ മുസ്ലിങ്ങൾ നശിച്ചു പോട്ടെ സാറേ. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. അതൊക്കെ അവർ ഗതികെട്ടവരാണ്, അവിവേകികളാണ്, തീവ്രവാദികളാണ്, തെമ്മാടികളാണ്. ആ ഒരു കാര്യം തന്നെ താങ്കളെ വെറുതെ പിടിപ്പിക്കുന്നത്. അതാ മനസ്സിലാക്കാൻ പറ്റാത്തത്. അന്വേഷിക്കാൻ, നിരീക്ഷിക്കാൻ വേണ്ടതിലേറെ വൈകൃതങ്ങൾ അങ്ങയുടെ SNDPയിലും ഈഴവ സമുദായത്തിലും ഉണ്ടല്ലോ. ഒരിക്കൽ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ ഗീത നടത്തുന്ന സമയത്ത് ആവശ്യമില്ലാത്തൊരു ചോദ്യം വന്നതാണ് SNDPയെ കുറിച്ച്. അതിന് തൊട്ടപ്പുറത്ത് SNDPക്കാരുണ്ട്, അവർ ഈ ഗീതയ്ക്ക് വരില്ല. എന്നോട് സ്നേഹമാണ്, പക്ഷേ ഈ അമ്പല നായന്മാരുടെ വരില്ല. അപ്പം എന്തോ പറഞ്ഞാൽ ഒരു ചോദ്യം ചെയ്യും, SNDP എന്താണെന്ന്. ഞാൻ പറഞ്ഞു, ലോകത്തിൽ ഒരു സംഘടനയ്ക്ക് മാത്രമാണ് പേര് തന്നെ ബൈലോ ആയിട്ടുള്ളത്. പേര് തന്നെ ബൈലോ ആണ്. കോൺഗ്രസ് പറഞ്ഞാൽ കൂട്ടായ്മ നടത്തുള്ളൂ. പക്ഷേ ഇത് പേര് തന്നെ ബൈലോ ആണ്. എന്താണ് SNDP? ശ്രീനാരായണ ധർമ്മ പരിപാലനം നിർവഹിക്കേണ്ടുന്ന യോഗം, പരിപാലന യോഗം. അപ്പോൾ ഒരു പരിപാടി എന്താ? ശ്രീനാരായണ ധർമ്മ പരിപാലനം.
അവനെല്ലാം ചെയ്യുന്നുണ്ടോ? എന്താ ശ്രീനാരായണ ധർമ്മം? പ്രധാനപ്പെട്ട ധർമ്മം എന്താ? കള്ളു കുടിക്കരുത് എന്നുള്ളതാണ്, ചെത്തരുത് കുടിക്കരുത് എന്നുള്ളതാണ്. ആ കാര്യം മാത്രം ചെയ്യുന്നൊരു സമുദായമായിട്ട് മാറിയില്ലേ? ഇനി അതിലപ്പുറം എന്താ പറയാനുള്ളത്? ഏതായാലും അവനവൻ്റെ കണ്ണിലെ കോല്, ഇത് ബൈബിളിലോ മറ്റോ പറഞ്ഞൊരു കാര്യമാണ്. അവനവൻ്റെ കണ്ണിലെ കോല് കിടക്കുമ്പോൾ എന്തിനാ സാറേ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കണ്ട് വേവലാതിപ്പെടുന്നത്? അങ്ങയുടെ സമുദായത്തെ ആരോ പറഞ്ഞതാണ്, അങ്ങ് തന്നെ പറഞ്ഞതാണെന്ന് അറിയില്ല, ആരോ പറഞ്ഞു 7 മുഴുവൻ ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാരാണെന്ന്. അതുപോലെ സത്യമുണ്ട്, സത്യമില്ലെന്ന് പറയാൻ പറ്റില്ല. അതിനപ്പുറം അവർക്ക് കയറി പോകാൻ, ഒരു കരിയർ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. മേൽഗതി ഇല്ലാത്തൊരു സമുദായമായിട്ട് മാറിക്കഴിഞ്ഞു. അവർക്ക് മേൽഗതിയെക്കുറിച്ചൊരു ചിന്ത പോലും കൊടുക്കാൻ കഴിയാത്ത നേതൃത്വമാണ് SNDP-യുടേത്. കാരണം അവർക്ക് അങ്ങനെ ചിന്താഗതി ഉണ്ടെങ്കിൽ രാജ്യം താഴെ പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി എന്താ സാറേ താങ്കൾ ചിന്തിക്കാത്തത്? പിന്നെ ശിവഗിരി സന്യാസി സമൂഹം, അത് ഈഴവർക്ക് മാത്രമുള്ള സന്യാസി സഭയാണ്. അത് ദശനാമി സമ്പ്രദായമല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള സന്യാസി സമൂഹവുമായിട്ട് കണക്ഷനൊന്നുമില്ല കേട്ടോ. ശ്രീനാരായണ ഗുരുദേവൻ രൂപപ്പെടുത്തിയെടുത്ത ഒരു സ്വതന്ത്ര സന്യാസ സഭയാണത്. അവരുമായിട്ട് യോജിച്ച് നിന്ന് അങ്ങയുടെ ബാഹ്യബലം, സാമ്പത്തികം ഉണ്ടല്ലോ, അങ്ങയുടെ ബാഹ്യബലവും ശിവഗിരി സന്യാസിമാരുടെ ആത്മബലവും കൂട്ടിച്ചേർത്ത് ഈഴവ സമൂഹത്തെ എല്ലാവിധത്തിലും ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നതല്ലേ വാസ്തവത്തിൽ സർഗാത്മകത? അതിനു വേണ്ടിയിട്ടല്ലേ പരിശ്രമിക്കേണ്ടത്? ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ? മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞു, അവരധികാരം തേടുന്നവരായിരിക്കാം, സാമ്പത്തികം തേടുന്നവരായിരിക്കാം, അവരുടെ കൂട്ടത്തിൽ ശാസ്ത്രജ്ഞന്മാരുണ്ട്, അവരുടെ കലാകാരന്മാരുണ്ട്, സംഗീതജ്ഞന്മാരുണ്ട്, മഹാകോടീശ്വരന്മാരുണ്ട്, സിനിമാ നടന്മാരുണ്ട്, അധ്യാപകരുണ്ട്, IAS ഉണ്ട്, IPS ഉണ്ട്, MBBS ഉണ്ട്, വേണ്ട എല്ലാം വേണ്ടത്രയുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും they have their own diversity in many way. വൈജാത്യങ്ങളുണ്ട്. ബട്ട് ഇൻ വൺ തിങ്, ഒരു കാര്യത്തിൽ they are not different. അവർ ഒറ്റക്കെട്ടാണവർ. ഒരു കാര്യത്തിൽ ഏകാത്മകതയുണ്ട്. പട്ടാളത്തിൽ ജോലിക്കാർ പല കാറ്റഗറിയിലുണ്ട്. കമാൻഡർ ഇൻ ചീഫോ മറ്റോ സർവ്വസൈന്യാധിപൻ പ്രസിഡൻ്റാണ്, അതിൻ്റെ താഴെയുള്ള ആൾക്കാർ 3 പേര്, പിന്നെ അതിൻ്റെ താഴെ ഹവിൽദാർ, അങ്ങനെ പല ആൾക്കാരും ഉണ്ടല്ലോ, പല കാറ്റഗറി ഉണ്ട്. എന്നാൽ അറ്റൻഷൻ എന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാവരും ഒരേ രൂപമാണ്. ഇതുപോലെ തന്നെ ഇങ്ങനെ വൈജാത്യങ്ങൾ അവരുടെ ചിന്താ പദ്ധതികളിലും നിലപാടുകളിലും അവരുടെ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഉണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ എന്ന കാര്യം വരുമ്പോൾ അവിടെ ഒറ്റക്കെട്ടാണ് അവർ. അവിടെ വേർതിരിവുകളില്ല, വർഗവർണ്ണ വ്യത്യാസമില്ല, വലിപ്പ ചെറുപ്പമില്ല. ഇവിടെ ഞാൻ വെള്ളാപ്പള്ളിയോട് ചോദിക്കുകയാണ്, വെള്ളാപ്പള്ളിയുടെ സമൂഹം ഏറ്റവും കുറഞ്ഞത്, നമുക്ക് വലിയ രൂപത്തിലും ചിന്തിക്കേറി പോണ്ട, നമുക്ക് തൽക്കാലം അയ്യപ്പൻകുന്ന് കയറിയാൽ മതി, നമുക്ക് പോയി എവറസ്റ്റ് കൊടുമുടി കയറണ്ട. ഒറ്റ ചോദ്യം, വെള്ളാപ്പള്ളിയുടെ സമൂഹം ഏറ്റവും കുറഞ്ഞത്, അവർക്ക് ഈ സമൂഹത്തിൽ വിലയും നിലയും ഒപ്പം മാർഗദർശനവും നൽകിയ ഒരു കാലഘട്ടത്തിന് 1938 മുമ്പിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പടിക്ക് പുറത്തായിരുന്നു സ്ഥാനം ഈഴവന്മാരുടെ. അകത്ത് കയറാൻ പറ്റില്ല. നായന്മാർക്ക് തന്നെ അടി കിട്ടി, കൃഷ്ണപിള്ളയ്ക്ക് അടി കിട്ടിയിട്ടുണ്ട്. കൃഷ്ണപിള്ള കയറി മണിയടിച്ചതിന് കൃഷ്ണപിള്ളയെ തല്ലി. അന്നാണ് പറഞ്ഞത്, നക്കി നായന്മാർ, നട്ടലുള്ള നായന്മാർ, ഒഴിച്ചിലുള്ള നായന്മാർ മണിയടിക്കും, ഇലനക്കിയ നായന്മാർ അയാളുടെ തലയ്ക്കടിക്കുമെന്ന് പറഞ്ഞത്. ഈഴവ സമുദായത്തിനകത്ത് കയറാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അസ്പൃശ്യത, ദൃഷ്ടിയിൽ പോലും പെട്ടുകൂടാത്തവരൊക്കെ ആയിരുന്നു അവർ. പിന്നീടാണ് സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ട് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അദ്ദേഹം തൻ്റെ ജീവനാണ് കൊടുത്തത്. ശ്രീനാരായണ ഗുരുദേവൻ അതുപോലെ തന്നെ ആ സമുദായത്തിന് ബലയുണ്ടാക്കി കൊടുത്തു, നിലയുണ്ടാക്കി കൊടുത്തു. അത് ആധ്യാത്മികമായിട്ടുള്ള ബലം കൊണ്ട്. അതിൻ്റെ മുമ്പിൽ ഇവിടെ ഉണ്ടായിരുന്ന തമ്പുരാക്കന്മാർ, മനക്കൽ തമ്പുരാക്കന്മാരും കൂടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ മുമ്പിൽ തലകുനിക്കുകയായിരുന്നു പതിവ്. അദ്ദേഹത്തിൻ്റെ പ്രഭാവം കൊണ്ട്, ആ പ്രഭാവം വെച്ച് സമൂഹത്തിൽ ഈഴവ സമുദായത്തിന് വിലയും നിലയുണ്ടാക്കി കൊടുത്തു. ഒപ്പം മാർഗദർശനവും നൽകി.
ആ ശ്രീനാരായണ ഗുരുദേവന്റെ മുമ്പിലെങ്കിലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടോ സാറേ? സാറേ 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 തന്നെയാട്ടോ വിളിച്ചേ. അക്ഷരത്തെറ്റങ്ങനെ കേൾക്കുമ്പോൾ വന്നു പോയാൽ വരണച്ചനെ വീണ്ടും സാറേ സാറേ എന്ന് വിളിക്കണേ. ഗുരുദേവന്റെ ജയന്തി ആഘോഷം, സമാധി ആഘോഷം, പ്രതിമാസ്ഥാപനം ആഘോഷം. അതല്ലാതെ ഗുരുദേവന്റെ അന്തരാത്മാവ് തുടിക്കുന്ന 10, 60, 62, 64 കൃതികളുണ്ട്. ദൈവദശകമുണ്ട്, ആത്മോപദേശ ശതകമുണ്ട്, സംസ്കൃതത്തിലുണ്ട്, മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്. ആ ആത്മോപദേശാദി പ്രമാണ കാവ്യങ്ങൾ എന്നതുകളോട് ഈഴവർക്ക് എന്തെങ്കിലും പ്രതിപത്തി ഉണ്ടോ? ചിന്തിച്ച് നോക്ക് സാറേ സാറേ സാറേ. അത്തരം കാര്യങ്ങൾ സ്വയം അനുവർത്തിപ്പിക്കാനും അങ്ങേക്കടക്കം ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഒരു ജോഡി മഞ്ഞ ബ്ലൗസും സാരിയും ഒരു 2 മുണ്ടും ഉത്തരയം പോലെ അത് വീട്ടിൽ കരുതും, തേച്ച് അവിടെ വെക്കും. എപ്പോഴും വിളി വരും, കയറാ വണ്ടിയിൽ വിളിക്കണാ ജയ്. അപ്പം ഇതൊക്കെ അണിഞ്ഞ് ഈ മഞ്ഞയൊക്കെ അണിഞ്ഞ്, പിന്നെ കറുപ്പിൻ്റെ ശരീരം, അങ്ങനെ കയറാ വണ്ടിയിൽ വിളിക്കണ ജയ് എന്ന രീതിയിൽ സമുദായത്തെ കുറെ കന്നാലികളാക്കി തീർക്കാനല്ലേ നിങ്ങൾക്കൊക്കെ താല്പര്യമുള്ളൂ? ശ്രീനാരായണ ഗുരുദേവൻ പുറമ്പോക്കിലും മറ്റും സിമന്റ് കട്ടയായിട്ടിരിക്കുകയല്ലേ? ഈഴവ മനസ്സിൽ ഗുരുദേവൻ വെറും ഒരു കടലാസ് പടമായിട്ട് മാറിയില്ലേ? ഞാൻ ഡൽഹിയിലുള്ള സമയത്ത്, രോഹിണിയിലുള്ള സമയത്ത് എല്ലാവരും കൂടി പല വീടുകൾ മുമ്പ് ഒരു വീട്ടിൽ പോയ സമയത്ത് അവിടെ ഗുരുദേവന്റെ പടമില്ല. അന്ന് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് സന്തോഷ് ചോദിച്ചു, നമ്മൾ വീട് മാറിപ്പോയോ? അപ്പോൾ അവിടെയുള്ള ഗൃഹനാഥനും ചോദിച്ചു, അതെന്താ സന്തോഷേട്ടാ? അല്ല, നായന്മാരെ വീടാൻ തോന്നി. അതെന്താ സന്തോഷേട്ടാ? അല്ല, ഗുരുദേവൻ്റെ പടമൊന്നും കണ്ടില്ല. അയ്യോ ഉണ്ട്, എന്നിട്ട് ഇവിടെ അടക്കളയിൽ വെച്ചിട്ടുണ്ട്. അതെന്താ അടക്കളയിൽ കൊണ്ട് വെച്ചത്? എന്തിനാ സന്തോഷേട്ടാ? ഇവിടെ അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, മറ്റെന്താ പറയുക, ഈ ഡൽഹിയിൽ. അപ്പം അവരുടെ മുമ്പിലേക്ക് നമ്മളെന്തിനാ ഈ ഹീനജാതിക്കാരാന്ന് കാണിക്കണേ? നമ്മളെന്തിനാ ഈഴവന്മാരാന്ന് കാണിക്കണേ, ഹീനജാതിക്കാരാന്ന് കാണിക്കണേ? ആയതുകൊണ്ട് തന്നെ പടം ഞങ്ങൾ അടക്കളയിൽ വെച്ച് എവിടെ വെച്ചാലും നമുക്ക് ആരാധിക്കല്ലേ വേണ്ടു. പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവർ വിചാരിച്ചോട്ടെ നമ്മൾ നായന്മാരത് വിചാരിച്ചോട്ടെ. ആലോചിച്ച് നോക്കണം. അത്രത്തോളം ആത്മാഭിമാനം ഇല്ലായ്മയല്ലേ നിങ്ങൾക്ക് കാലങ്ങളെ കൊണ്ട് അവർക്ക് പ്രദാനം ചെയ്യാൻ കഴിഞ്ഞത്? ആത്മാഭിമാനം നഷ്ടപ്പെട്ടവരായിട്ട് മാറിയില്ലേ? എത്ര ക്ഷേത്രങ്ങൾ, തൃശ്ശൂർ മതിക്കുന്ന കൊളാങ്കുണ്ട്, ആ ക്ഷേത്രങ്ങളിലൊക്കെ ഈഴവശാന്തിയെ മാറ്റിയിട്ട് മറ്റേ ക്രോസ് ബെൽറ്റ് ശാന്തിയെ കൊണ്ടുവച്ചു. മതിക്കുന്ന് മുത്തിക്കും കൊളാങ്കുണ്ട് മറ്റേ വിഷ്ണുവിനൊക്കെ അതേ ഇഷ്ടമുള്ളൂ. അത്ര അമ്പലം ഈഴവൻ്റെയാ, അത് നടത്തിപ്പുകാർ ഈഴവന്മാരാ. അവർ പൂജിച്ചാൽ ദൈവത്തിന് ഇഷ്ടമല്ല, എന്നാൽ ദൈവത്തെ ചവിട്ടിക്കൂട്ടി കളയല്ലേ വേണ്ടത്? എന്നിട്ട് പ്രശ്നക്കാരൻ വന്ന് പ്രശ്നം വെച്ചു. അയാളാരാ? അയാൾ സവർണനാ. എന്നിട്ട് അയാളാ പറയുന്നത് ബ്രാഹ്മണ പൂജ തന്നെ വേണമെന്നാ പറയണേ. അങ്ങനെയാവാം. അതുവരെ പൂജ നടത്തിയിരുന്ന വെറും ഒരു കാട്ടമ്പലം മാത്രമായിരുന്ന സമയത്ത് എല്ലാം നല്ല നിറഞ്ഞ മനസ്സോടുകൂടി അവിടെ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിരുന്ന, വർഷങ്ങളോളം 10-50 വർഷം ചെയ്തിരുന്ന ആ ഈഴവ ഫാമിലിയെ മാറ്റിയിട്ട് അവിടെ 10,000, 40,000, 50,000, 60,000 ശമ്പളം കൊടുത്തുകൊണ്ട് മനക്കൽ തമ്പുരാനെ കൊണ്ടുവച്ചു. ആത്മാഭിമാനം നഷ്ടപ്പെട്ടവർ, ആത്മീയ ഊർജം നഷ്ടപ്പെടുത്തിയവർ, സ്വസമുദായത്തിൽ ഈ വിധത്തിലുണ്ടായിട്ടുള്ള അപജയങ്ങളെ നിരീക്ഷിച്ച് വേർതിരിച്ചെടുത്ത് അതിന് പരിഹാരം കാണാതെ എന്തിനാ സാറേ മുസ്ലിങ്ങളുടെ മുണ്ട് പൊക്കി നോക്കി വലുപ്പവും നീളവും അളക്കാൻ ശ്രമിക്കുന്നത്? മോശമല്ലേ അത്? മോഹൻലാൽ സിനിമയിൽ ചോദിച്ച പോലെ എന്താടോ നന്നാവാത്ത? വെള്ളാപ്പള്ളി സാറേ എന്താടോ നന്നാവാത്ത?